നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ഒരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്ത വ്യക്തികൾ എന്ന പരിപാടിയാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത്. ഒരു അടിപൊളി ആളിനെയാണ്. അത് ഈ ഓണം പ്രമാണിച്ച് എൻ്റെ നാട്ടുകാരിയായ കൊല്ലം പോയപ്പള്ളി പഞ്ചായത്തിൽ എൻ്റെ നാട്ടുകാരിയായ മനീഷ, അതായത് സൗത്ത് ഇന്ത്യൻ മേക്കപ്പ് ആർട്ടിസ്റ്റ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ വമ്പൻ സിനിമകളിലെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് നിൽക്കുന്നത്. അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, സ്പെഷ്യൽ എഫക്റ്റുകൾ, അതായത് ശരീരത്തിൽ നമ്മൾ ചില സിനിമയുടെ സീനുകളിലൊക്കെ പലതും കാണിക്കുന്നുണ്ടല്ലോ, പൊള്ളലായാലും അതുപോലെ വളരെ ആഴത്തിലുള്ള മുറിവുകളായാലും അതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. സൂപ്പർ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ പട്ടണം റഷീദിൻ്റെയും ഒക്കെ ശിഷ്യയാണ്. തെലുങ്ക് സിനിമയുടെയും മലയാള സിനിമയുടെയും തമിഴ് സിനിമയുടെയും ഒക്കെ ഭാഗമായി മാറിയിരിക്കുന്ന നമ്മുടെ കൊല്ലക്കാരിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ മനീഷയുടെ വിശേഷങ്ങൾ മനീഷ തന്നെ പറയും. ഓക്കെ, നമസ്കാരം. ഞാൻ എല്ലാ ഇന്റർവ്യൂകളിലും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റ് സർവീസിൽ കളഞ്ഞിട്ടാണ് ഞാൻ സിനിമയിലേക്ക് പോകുന്നത്. സിനിമ എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു പാഷനാണ്. കുട്ടിക്കാലം തൊട്ട് പല സിനിമകൾ കാണുമ്പോൾ, അതായത് മണിച്ചിത്രത്താഴ് തുടങ്ങിയ സിനിമകൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് സിനിമയിൽ ഞാൻ അഭിനയിക്കണമെന്നായിരുന്നു അന്ന് ആഗ്രഹം. പക്ഷേ എനിക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനാണ് വിധി എന്ന് ഞാൻ പിന്നാണ് മനസ്സിലാക്കുന്നത്. മലയാള സിനിമയിൽ എത്തപ്പെടാൻ വേണ്ടി പല രീതികളിലും നമ്മൾ അന്വേഷിച്ചു, പക്ഷെ ഒരു രീതിയിലും എത്തുന്നില്ല. എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ഏഷ്യാനെറ്റിന്റെ ക്യാമറാമാനാണ് അരുൺ എന്നാണ് പേര്. പുള്ളിയാണ് എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായിരുന്നു ഏഷ്യാനെറ്റിന്റെ ആദ്യത്തെ പ്രോഗ്രാം? ഐഡിയ സ്റ്റാർ സിംഗർ ആയിരുന്നു. കാരണം ഐഡിയ സ്റ്റാർ സിംഗറിന്റെ തുടക്കം. അതെ, ഐഡിയ. അപ്പൊ ആ ഒരു പ്രോഗ്രാമിലേക്ക് ചെന്ന് എത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഏഷ്യാനെറ്റിൽ ഞാൻ അരുൺ ചേട്ടൻ എന്നെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്താണ് അവിടെ നടക്കുന്നത് ഒന്നും അറിയത്തില്ല. ഒരു പുതുമയാർന്ന ഒരു ലോകത്തേക്കാണ് ഞാൻ ചെല്ലുന്നത്. ആ ലോകം വളരെ വിശാലമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിച്ചു. അരുൺ ചേട്ടൻ പോലും അഭിമാനിക്കുന്നു, കാരണം ഞാൻ ഇത്ര വലിയ നിലയിലെത്തി എന്ന്. ആദ്യ സിനിമ ഒരു ചെറിയൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റഷീദ് ഖേനെ കണ്ടുമുട്ടുന്നു. റഷീദ് ഖേ കണ്ടുമുട്ടുന്നെന്ന് പറഞ്ഞാൽ അവിചാരിതമായ ഒരു കണ്ടുമുട്ടലാണ്. ആ കണ്ടുമുട്ടൽ എന്ന് പറയുമ്പം സാറിന്റെ കൂടെയുള്ള ഒരു ദീർഘ നാൾ എനിക്ക് പറയാൻ പറ്റാത്ത രീതിക്ക് എന്ന് പറയുമ്പം എങ്ങനെയാണ് നിങ്ങളോട് എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം എനിക്കൊരു ദൈവമാണോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഗുരുനാഥനാണോ, അതിനും അപ്പുറത്താണ് പുള്ളി നിൽക്കുന്നത്. എൻ്റെ ഏതൊരു കാര്യത്തിനും വേണ്ടി കൂടുതലും മുന്നിട്ടിറക്കുന്ന ഒരു വ്യക്തിയാണ് പട്ടണം റഷീദ് എന്ന് പറഞ്ഞ വ്യക്തി. ശരിക്കും പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ കുചേലന്റെ നിന്ന് വാങ്ങിക്കുന്ന അവൽപ്പൊതി പോലാണ് ഞാനും റഷീദ് ഖേയും തമ്മിലുള്ള ഒരു ആത്മബന്ധം. ചെറിയ സിനിമയാണ് തുടക്കമെങ്കിലും പിന്നെ ഇന്ത്യൻ സിനിമകളുടെ ലെജൻഡുകളോട് വർക്ക് ചെയ്യാൻ പറ്റി. പട്ടണം റഷീദ് സാറ്, ഇന്ത്യൻ 2ന്റെ ഡയറക്ടറായ ശങ്കർ, അതുപോലെ തന്നെ ബാല തുടങ്ങിയ ഡയറക്ടറുമായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ഗ്രാമത്തിൽ നിന്ന് ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് പുതുമയും അതുപോലെ തന്നെ എല്ലാം ഒരു വിചിത്രമാണെന്ന് എനിക്ക് തോന്നി. കാരണം ആ ഒരു ലെവലിൽ നിന്ന് ഞാനൊരു സ്പെഷ്യൽ എഫക്ട്സ് പഠിക്കണമെന്ന് പറഞ്ഞ് അപ്പൊ റഷീദ് ഖാൻ അതിനുവേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്തു. ബോംബെ പോലുള്ള സ്പെഷ്യൽ എഫക്ട്സ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട് കൂടി വർക്ക് ചെയ്യിപ്പിക്കാനും അവരോട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാനും ഒക്കെ റഷീദ് ഖാൻ ഒരുപാട് എഫേർട്ട് എടുത്തു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കാർഡ് കൊടുക്കത്തില്ലായിരുന്നു. സിനിമകളിൽ സ്ത്രീകൾ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വരുന്നതിൽ പൊതുവെ ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ ആയിരുന്നു അവർ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ നിന്നല്ല പറയേണ്ടത്, കേരളത്തിലെ ഫെഫ്ക മെമ്പർഷിപ്പ് ഞാൻ ഫസ്റ്റ് എടുത്തൊരു വ്യക്തിയാണ്. അതിൽ ഞാൻ വിജയിക്കുക മാത്രമല്ല, ഞാൻ ചെയ്യുന്ന വർക്കിൽ ഒരിക്കലും ഒരു കുറ്റവും കുറവൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെതായിട്ടുള്ള ഒരു കലാവിരുന്നും റിയാലിറ്റിയും അതിലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു പടം എന്ന് പറയുന്നത് തെലുങ്ക് പടമാണ്. അതായത് നാഗബന്ധു എന്ന് പറഞ്ഞ ഒരു 5 ഭാഷകളിൽ പോകുന്ന ഒരു പടമാണ്. ആ പടത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന വർക്കുകൾ എന്നെ ഡയറക്ടറായാലും ക്യാമറാമാനായാലും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു അവാർഡ് കിട്ടിയതിന് തുല്യമാണ്. ഇനി ഒരു അവാർഡ് കിട്ടിയില്ലെങ്കിലും അവരുടെ ആ ഒരു നന്നായിട്ടുണ്ട്, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ ഗ്രാമത്തിൽ നിന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വലിയ ഒരു ഫീൽഡിലേക്ക് ചെന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കമലഹാസൻ, അതുപോലെ തന്നെ രജനി സാറ് പോലുള്ള വലിയ ആർട്ടിസ്റ്റുകളുമായിട്ട് മമ്മൂക്ക, മോഹൻലാൽ സാറ്, ഇവരെല്ലാം കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ധന്യ നിമിഷമാണ്. കാരണം ഡയറക്ടർ ശങ്കർ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡയറക്ടർ ബാലയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ബാലയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം സിനിമയെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയുമ്പോൾ ബാലയുടെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. പുള്ളിക്ക് മേക്കപ്പ് അറിയാമെന്ന് തോന്നിപ്പോകുന്നു. കാരണം എന്താ, ഇന്നത് ചെയ്യണം ഇന്നതെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാളുടെ മുഖത്ത് അത് കാണിച്ചു തരുമ്പോൾ അത് നമ്മൾ ആ ഒരാളുടെ ഫേസിലേക്ക് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു
കാര്യമാണ്. പുള്ളി എന്താണോ മനസ്സിൽ വിചാരിച്ചൊരു സാധനം നമ്മൾ ചെയ്തു കൊടുക്കുമല്ലോ. കാരണം ഡയറക്ടറുടെ മനസ്സിലുള്ള ഒരു കാര്യം ആർട്ടിസ്റ്റിന്റെ മുഖത്ത് വന്ന് ആ ഒരു സാധനമാണ് ഇൻപുട്ടായിട്ട് നമുക്ക് സ്ക്രീനിലേക്ക് വരുന്നത്. ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റും മേക്കപ്പും അതുപോലെ തന്നെ ഡയറക്ടറും ക്യാമറമാനും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റും. മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കരവിരുത് ആ ഒരു ആർട്ടിസ്റ്റിനെ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ആ ആർട്ടിസ്റ്റ് ക്യാമറയിൽ കാണുന്നതിന് മുമ്പ് മിറർ നോക്കി, അതായത് നമ്മളുടെ കണ്ണാടി നോക്കിയിട്ട് അവര് ആ ഒരു ക്യാരക്ടർ ആവാഹിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അത് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയൊരു കഴിവാണ്. എല്ലാവർക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാം, പക്ഷെ ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് പട്ടണം റഷീദ് തന്നെയാണ്. ആ പട്ടണം റഷീദിന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു ചെറിയ ഒരു എന്താ പറയുന്ന ഒരു കടുകുമണിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ തെലുങ്കിലൊക്കെ ചെയ്യുമ്പോൾ ഓരോ ക്യാരവാനിൽ ചെയ്തിട്ട് എനിക്ക് ആ മോണിറ്ററിന്റെ മുമ്പിൽ ചെന്ന് ഞാൻ നിൽക്കും. ഒരു മേക്കപ്പ് കഴിഞ്ഞിട്ട് അവര് എന്താ പറയുക ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ഷോട്ട് എടുത്ത ഒരു സാധനം ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ട് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ മോണിറ്ററിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ടെൻഷനും ഉണ്ട്, അതുപോലെ തന്നെ വളരെ വലിയ ആശങ്കയിലായിരിക്കും ചിലപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നിൽക്കുന്നത്. പക്ഷേ ഞാൻ ആ മോണിറ്ററിന്റെ ഇതിൽ നിന്ന് ഡയറക്ടർ ക്ലാപ്പ് ചെയ്ത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. സിനിമയിൽ നമ്മൾ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ടാസ്ക് ആണ്. നമുക്ക് എല്ലാവർക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവും. ഞാനും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് ധരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനൊന്നുമല്ല എന്ന് ഞാൻ പട്ടണം റഷീദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ മുന്നിൽ ചെല്ലുമ്പോഴാണ് മേക്കപ്പ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിനെ ക്യാരക്ടറിലേക്ക് കൊണ്ടെത്തിക്കുക അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം ഒരു ക്യാമറാമാൻ ആയാലും ഒരു ഡയറക്ടർ ആയാലും ഒരു സ്ക്രിപ്റ്റ് ആയാലും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തി നമ്മളെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ടാസ്ക് തന്നെയാണ്. അത് ആർട്ടിസ്റ്റിന് ഇഷ്ടപ്പെടണം, ക്യാമറാമാൻ ഇഷ്ടപ്പെടണം, ഡയറക്ടർക്ക് ഇഷ്ടപ്പെടണം. ആ ഒരു കണ്ണാടി നോക്കുന്ന ഒരു സംഭവമുണ്ട് ആർട്ടിസ്റ്റ്. അത്രയും നേരം റിലാക്സ് ആയിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവർ ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. ആ മിറർ നോക്കുമ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നൊരു ക്യാരക്ടറിലേക്ക് ആവുക അത് എടുത്തു പറയത്തക്കെന്ന് പറഞ്ഞാൽ സിജു വിൽസൺ എന്ന് പറഞ്ഞൊരു വ്യക്തി കുറച്ച് കോളേജ് ക്യാമ്പസ് പടങ്ങളായിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞൊരു മൂവി ചെയ്യുമ്പോൾ സിജു വിൽസണിൽ നിന്ന് നമ്മുടെ വേലായുധ പണിക്കറിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക്കാണ്. 120ഓളം ദിവസങ്ങളിൽ ആ ഒരു സിജു വിൽസണിൽ നിന്ന് വേലായുധ പണിക്കറിലേക്ക് എത്തിക്കാൻ ഞാനും റഷീദക്കയും വളരെയധികം പണിപ്പെട്ടു. വലിയൊരു റിസൾട്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. സിജു വിൽസൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ എന്താ പറയുന്നത് വ്യത്യസ്തമായ ഒരു വേഷമാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. ഡയറക്ടർ വിനയൻ സാർ എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ ആഗ്രഹമായിരുന്നു ഡയറക്ടർ വിനയൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നും. അപ്പം വിനയൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരു ഇതുണ്ട്. 25ഓളം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ട് കൂടിയും 1-2 മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പേരാണ് എടുത്തു വിളിക്കുന്നത്. കാരണം ഒരു സിനിമയോടുള്ള ആത്മാർത്ഥത. കാരണം ഞാൻ ഒരു സിനിമയുടെ സെറ്റിൽ ചെന്ന് നിന്നാൽ അല്ലെങ്കിൽ ഞാൻ ചീഫ് ആണെന്നുള്ള ഒരു രീതിയിലല്ല നിൽക്കുന്നത്. ഞാൻ സെറ്റിൽ ഇറങ്ങി ഞാൻ പണിയെടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നൊരു വ്യക്തിയാണ്. ഞാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഞാനൊരു ചെയറിലിരുന്ന് ഫോണും കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം എനിക്ക് ആ സിനിമയുടെ ഔട്ട്പുട്ടിൽ എൻ്റെതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മേക്കപ്പുകൾ എന്ന് പറയുമ്പം ഒരു സുന്ദരനും സുന്ദരിയും ആക്കുന്നതിനുപരി ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് വിരൂപരാക്കുക. ആർട്ടിസ്റ്റുകളെ വിരൂപരാക്കിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. 40 വയസ്സുള്ള ഒരു വ്യക്തിയെ 80 വയസ്സിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ ആക്സിഡന്റ് സീനുകളും പൊള്ളലുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിരിക്കുന്നത്. തെലുങ്ക് സിനിമയിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഡയറക്ടേഴ്സും ക്യാമറാമാനും എന്നെ ഇഷ്ടപ്പെട്ട ഡബിൾ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഫുള്ളും ഫൈറ്റ് സീനുകൾ വെട്ടും കുത്തും പരിക്കുകളും ചെയ്യുന്നു. രാവിലെ തൊട്ട് ഞാൻ വൈകുന്നേരം വരെയും അവരുടെ അത് ജൂനിയർ ആയിക്കോട്ടെ സീനിയർ ആയിക്കോട്ടെ മെയിൻ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ഇവരുടെ കൂടെ ഞാൻ നിന്ന് വർക്ക് ചെയ്യും. ഇവർക്ക് ബ്ലഡ് കൊടുക്കേണ്ട സമയത്ത് ഞാൻ ബ്ലഡ് കൊടുക്കും. അതുപോലെ തന്നെ മുറിവുകൾ അത് എടുത്ത് റിപ്പയർ ചെയ്ത് ഒട്ടിക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഡയറക്ടറും ക്യാമറമാനും ഒരു സ്ത്രീ ചെയ്യുമ്പോൾ അതൊരു വ്യത്യസ്തത തന്നെയാണ്. കാരണം ഹാർഡ് വർക്ക് എന്ന് തന്നെ പറയണ്ടേ. എനിക്ക് ടയേർഡ് ആയാലും ഞാൻ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ്. ഞാൻ ചെയ്യുന്ന സിനിമയിൽ എനിക്ക് ഏറ്റവും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മലയാള സിനിമകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ താരനിരയോട് തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ അങ്ങനെ അടങ്ങുന്ന ഒരു വലിയ നിവിൻ പോളി എന്നിവരോടൊക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പിതാമകനും ഇന്ത്യൻ 2 എന്ന സിനിമകൾ കാണുമ്പോൾ
എനിക്ക് ഭയങ്കര എന്താ പറയാ ഒരു വലിയ അനുഭൂതി പോലാണ് ഞാൻ ആ സിനിമകൾ കണ്ടിരുന്നത്. അന്ന് ഞാൻ സിനിമയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ പറയുന്ന ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി എത്തുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ശങ്കർ സാറും അതുപോലെ തന്നെ ബാലസാറിന്റെ ഒക്കെ മുന്നിൽ അവരുടെ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ അപൂർവങ്ങളിൽ അപൂർവം ആൾക്കാരിൽ ഒരാളായിട്ട് തന്നെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ പബ്ലിക്കിലേക്ക് ഞാൻ അധികം ഇറങ്ങാറില്ല. പക്ഷെ എല്ലാവരും പറയും സെൽഫ് പ്രൊമോഷനുകളൊക്കെ ആവശ്യമാണെന്നും. പക്ഷെ ഞാൻ ആ സെൽഫ് പ്രൊമോഷനിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു ഞാൻ നിന്നിരുന്നത്. ഇപ്പോ ഓണമായിട്ട് സുരേഷ് ഏട്ടൻ വന്ന് എന്നോട് ഒരു ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, സ്വന്തം നാട്ടുകാരന്റെ മുമ്പിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. സിനിമകളിലേക്ക്, അതായത് പ്രോസ്തറ്റിക് മേക്കപ്പിലേക്ക് കടന്നു വരുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് വ്യക്തി ഞാനായിരിക്കും. കാരണം പ്രോസ്തറ്റിക് ആരും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് പ്രോസ്തറ്റിക് ചെയ്യണമെന്ന് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരാളെ സുന്ദരനാക്കാനാണോ അതോ വിരൂപനാക്കാനാണോ എളുപ്പം എന്ന് ചോദിച്ചത്? വിരൂപനാക്കാനാണ്. വിരൂപനാക്കുക മാത്രമല്ല, നമ്മളെ 10 ദിവസം കണ്ടിന്യൂറ്റി കറപ്ഷനാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. 10 ദിവസവും നമ്മൾ ആ ചെയ്തിരിക്കുന്ന വിരൂപത്വം അത് നമ്മൾ കാണിച്ചേ പറ്റൂ. കണ്ടിന്യൂറ്റിയാണ് സിനിമ. കാരണം നമുക്ക് ചിലപ്പോൾ ഒരു 10 സെക്കൻഡിൽ കാണുന്ന ഒരു സംഭവം ചിലപ്പോൾ 15 ദിവസങ്ങൾ ഷൂട്ട് ചെയ്യാറുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏതൊക്കെ പ്രശസ്ത നായികമാരെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്തത്? നായികമാരിൽ കൂടുതൽ ഞാൻ വില്ലനൊക്കെ ആയിരിക്കും കൂടുതൽ മേക്കപ്പ് പുരുഷന്മാർക്കാണ്. കാരണം ഞാനെന്ന് പറയുന്ന ഒരു സ്ത്രീ ചില സിനിമാ സെറ്റുകളിൽ ചെല്ലുമ്പോൾ ആൺകുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യുമോ? അവിടുത്തെ സ്ത്രീകളെന്ന് പറയുമ്പോൾ ഹെയർ സ്റ്റൈലിസ്റ്റ് അല്ലെങ്കിൽ ലേഡീസിന് വരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആണുങ്ങൾക്ക് ഫൈറ്റ് സീക്വൻസ് ആണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവര് പറയാറുണ്ട് ഇവര് ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട്. അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരിക്കും. ഒരു 2 ദിവസം 3 ദിവസം കഴിയുമ്പം അവർ ഓക്കെ ആവും. കാരണം അവർ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ്, അവർ ചെയ്യും എന്ന്. ഞാൻ ചെയ്യുന്ന വർക്കുകളെ ഡയറക്ടേഴ്സും അതുപോലെ തന്നെ ക്യാമറമാനും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന സാധനം റിയലിസ്റ്റിക് ആണെന്നാണ് പറയുന്നത്. അത് ഏറ്റവും വലിയൊരു കഴിവാണ്. കാരണം ഒരു മുറിവുണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുറിവാക്കി എടുക്കാൻ പറ്റും. പക്ഷെ അതൊരു റിയലിസ്റ്റിക് ആയിട്ടൊരു മുറിവായിട്ട് ഒരാൾക്ക് കാണുമ്പോൾ അയ്യോ എന്ന് പറയത്തക്ക രീതിയിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കാറുണ്ട്. അത് എൻ്റെ എന്താ പറയുന്നത് ഗുരുനാഥന്റെ കഴിവ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മലയാളത്തെയും തെലുങ്കിനെയും ഒന്നും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം മലയാളം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് ഇൻഡസ്ട്രിയിലാണ്. തെലുങ്ക് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ, ഇപ്പൊ ഒരു ഹിന്ദി സിനിമയെക്കാഴി വലിയൊരു ഇൻഡസ്ട്രിയിലാണ് തെലുങ്കു. അപ്പൊ ഞാനിപ്പോ ലേറ്റസ്റ്റ് ചെയ്തിരിക്കുന്ന തെലുങ്ക് സിനിമ എന്ന് പറയുമ്പോൾ 245 കോടി രൂപയുടെ ബഡ്ജറ്റാണ്. മലയാളത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു 22 കോടി രൂപയുടെ ബഡ്ജറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. വിനയൻ സാറിന്റെ ഇപ്പം 19-ാം നൂറ്റാണ്ട് എത്ര ബഡ്ജറ്റാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇത്തിരി കൂടി ബഡ്ജറ്റ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. പക്ഷെ തെലുങ്കിനോളം വലിപ്പം ഒരിക്കലും ഒരു മലയാളം വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയും അവര് ബഡ്ജറ്റ് ഇറക്കി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന സിനിമകളാണ്. ചിരഞ്ജീവി നാഗാർജുന പടം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ചിരഞ്ജീവിയുടെ മകനായ രാംചരനുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഗെയിം ചേഞ്ചർ. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. കാരണം എന്നെ രാംചരൻ പറയുണ്ടായി, ഞാൻ കാരവാനിൽ ചെല്ലുമ്പോൾ അപ്പായും മോളും കൂടെ ആണോ വർക്ക് ചെയ്യാൻ വന്നതെന്ന് ചോദിക്കുന്നത്. എന്നെയും റഷീദൊക്കെയും കണ്ടിട്ട് അപ്പ മോളെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പൊ സാറ് പറയുന്നുണ്ട് മകളല്ല എൻ്റെ അസിസ്റ്റന്റ് ആണ് എന്ന്. സാർ ഉന്നട മാതിരി ഇരിക്കുന്നത് എന്ന് അവർ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ സാറിന്റെ കൂടെ ഒരു 16 വർഷത്തെ സേവനം എന്ന് പറയുമ്പം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലൈഫിന്റെ എക്സ്പീരിയൻസ് ആയാലും വർക്കിന്റെ എക്സ്പീരിയൻസ് ആയാലും ഒരു വളരെ വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു വലിയ ലോകമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മേക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയും നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബ്രൈഡൽ മേക്കപ്പുകളൊക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. കാരണം ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പുയപ്പള്ളി പോലുള്ള സ്ഥലങ്ങളായാലും കൊല്ലം ജില്ലയിൽ ടൗണിലൊക്കെ ചെയ്യുന്നുണ്ട്. എയർ ബ്രഷ് മേക്കപ്പും ഗ്ലാസ് മേക്കപ്പ്, ഗ്ലോയി മേക്കപ്പ്, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നൂതന മേക്കപ്പുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ അത്യാവശ്യം ബ്രൈഡൽസിന് നമ്മളുടെ സ്കിൻ ടോണിനനുസരിച്ച് അവരെ മേക്കപ്പ് ചെയ്യുകയും അതുപോലെ സുന്ദരി മാത്രമല്ല സുന്ദരന്മാരെയും കൂടെ ആക്കുന്നുണ്ട് ഞാൻ. എനിക്ക് ഗ്രൂമും വരാറുണ്ട്, ബ്രൈഡും വരാറുണ്ട്. എൻ്റെ വീട്ടിലാണ് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. എല്ലാവരും പറയും ഷോപ്പിടാൻ. കാരണം ഷോപ്പിടണം ഒരു വലിയൊരു ആഗ്രഹമാണ്. കാരണം എനിക്ക് കുറച്ച് സിനിമകൾ ചെയ്ത് തീർക്കാനുണ്ട്. ആ സിനിമകൾ ചെയ്ത് തീർത്തതിന് ശേഷം ഞാൻ നമ്മളുടെ നാടിന് വേണ്ടി, നമ്മുടെ നാട്ടിലുള്ള സുന്ദരിമാർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മനീഷയുടെ വിശേഷങ്ങളൊക്കെ കേട്ടു ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ കൊല്ലക്കാർ ഒരുപാട് പേര് ഒരുപാട് സിനിമകൾ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മനീഷയെ നമ്മൾ മലയാള സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് കണ്ടിട്ടില്ല. അപൂർവമായിട്ടെങ്കിലും ആരും കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല.
പക്ഷേ തെലുങ്ക്, തമിഴ്, കന്നഡ സിനിമകളിൽ മനീഷയുടെ സാന്നിധ്യമുണ്ട്. പട്ടണം റഷീദിന്റെ അരുമയായ ശിഷ്യയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ മേക്കപ്പ് മാനോട് വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ആ കഴിവ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഇനിയും സിനിമ എടുക്കുന്നവർ, കൊല്ലത്ത് മാത്രമല്ല കേരളത്തിൽ ഒരുപാട് സിനിമ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ സിനിമകളിൽ ബഡ്ജറ്റ് കുറവാണെങ്കിലും മനീഷയെ വിളിക്കണം. തീർച്ചയായും സിനിമയ്ക്ക് വന്ന് സഹകരിക്കും, മേക്കപ്പ് ചെയ്യും. അപ്പോൾ അത്രയും നല്ല ആർട്ടിസ്റ്റാണ്. സ്പെഷ്യൽ മേക്കപ്പാണ്. ഒരു വനിത മേക്കപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണം, തെലുങ്കുകാരും തമിഴുകാരും ഒക്കെ വിളിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനീഷയ്ക്ക് എല്ലാവിധ ഓണാശംസകളും. ഞങ്ങളുടെ മനീഷ ഞങ്ങളുടെ നാട്ടുകാരി, കൊല്ലക്കാരി, എന്റെ പഞ്ചായത്ത് പങ്കിടുന്ന ആളാണ്. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ഓണം. മനീഷയെ വിളിക്കണം, മറക്കരുത്. ഓക്കെ, ഹാപ്പി ഓണം.